ഞാൻ റൂമിൽ വന്നിട്ട് ബിയർ ഒഴിച്ച് അച്ഛനെ പയ്യൻ വിളിച്ച് അച്ഛനെ മദ്യപിക്കാൻ തുടങ്ങാനുള്ള ഒരു ശ്രമം ഞാൻ ഇങ്ങനെ തുടങ്ങി. എന്നിട്ട് അച്ഛൻ എന്തോ ഞാൻ പറഞ്ഞു ബിയർ ഇതൊന്നും കുടിക്കാൻ പാടില്ല, നീ നമ്മളെ കുടുംബത്തിൽ ആരും കുടിക്കൂല മറ്റോ മറിച്ചത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ബിയർ കുടിക്കണം നല്ലതാണ്, ഹൃദയത്തിനൊക്കെ നല്ലതാണ്. എൻ്റെ ഹൃദയത്തിന് വല്ല കുഴപ്പമുണ്ടെന്ന് എന്താരാ പറഞ്ഞു. ഞാൻ അച്ഛൻ കുടിച്ചു നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും ചേട്ടൻ വിദേശത്താണ്, അനിയത്തിയൊക്കെ ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ബിയർ ഒഴിച്ചിങ്ങനെ വെച്ചിട്ട് ഞാൻ അച്ഛൻ കുടിച്ചു നോക്ക്. പക്ഷെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ അച്ഛൻ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഒന്നും കഴിക്കാറില്ല, ചിക്കൻ കഴിക്കൂല, മീൻ കഴിക്കും, അങ്ങനത്തെ ഭയങ്കര ഇതാണ്. അപ്പം അച്ഛൻ സുനിലേട്ടൻ്റെ അച്ഛനെ പോലെ ആർമിയിലല്ലെങ്കിലും ആർമി ചിട്ടയൊക്കെയാണ് വീട്ടിൽ. ഇങ്ങനെ കട്ടയ്ക്ക് രാവിലെ കൃത്യം 7:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, 1 മണിക്ക് 1 മിനിറ്റ് മുമ്പേ ഉച്ചയ്ക്കുള്ള കഴിക്കും, രാത്രിയും ഈ 7 മണിയാകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ചിട്ടയാണ്. എന്നിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വഴക്ക് പറഞ്ഞിട്ട് സീരിയൽ കാണുന്നതിന്, നിനക്ക് ഇടയ്ക്ക് വാർത്ത കണ്ടുകൂടെ, സീരിയൽ കാണുന്നു, അല്ലെങ്കിൽ സിനിമ കണ്ടുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞിട്ട് പോകും. അമ്മയ്ക്കാണെങ്കിൽ സീരിയൽ എന്നൊക്കെ വെച്ചാൽ ജീവനാണ്. അപ്പോൾ എടുത്തിങ്ങനെ സിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഇത് കുടിക്കാൻ ഭയങ്കര പാടാണെന്ന് ആ ലെവലിലേക്ക് എത്തിച്ചു. എന്നിട്ട് അങ്ങ് ഞാൻ പെട്ടെന്ന് കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ റൂമിനകത്തിരുന്നു. അച്ഛൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിയും പോയി. പിന്നെ കാണുന്ന അമ്മയുടെ അടുത്ത് കസയിട്ട് സീരിയൽ കൊണ്ട് ചിരിയാണ്. അമ്മ കരച്ചില്ല, ഇങ്ങനെ കരഞ്ഞിരിക്കണം, അച്ഛൻ സീരിയൽ കൊണ്ട് ഭയങ്കര ചിരി എല്ലാവരും. അപ്പം അമ്മ ഇടയ്ക്കിങ്ങനെ നോക്കുന്നു, എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ, ഭയങ്കര ചിരി. അടുത്ത ദിവസം രാവിലെ അമ്മ എന്നാണ്, നീ ഇന്നലെ എന്തിനാ കൊടുത്തില്ലേ, അത് ഡെയിലി കൊടുക്കാൻ പറ്റുമോ. അതുപോലെ അച്ഛനെ കുടിപ്പിക്കാൻ ശ്രമിച്ചാളാണ് ഞാൻ. എന്തുകൊണ്ടായിരിക്കും മദ്യപാനത്തിൽ കൂടെ ഉണ്ടാവുന്ന ഫ്രണ്ട്സ് ഇത്ര തിക്കറാവാൻ കാരണം? മദ്യപാന സഹസിനകത്ത് എല്ലാവരും ഓപ്പണാണെന്ന് തോന്നുന്നു. ഓപ്പണാണ്, അതെ. പിന്നെ മാക്സിമം ഹാപ്പിനെസ് ആയിരിക്കും. ഇത് മദ്യം കഴിച്ച് ഡോപ്പമിൻ ട്രിഗർ ആവുന്ന ലെവലിലേക്ക് പോകുമ്പോഴായിരിക്കും, എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ മദ്യപിക്കുന്ന ആളല്ല, ബിയർ മാത്രം കഴിക്കുന്ന ഒരാളാണല്ലോ. ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണ് മദ്യം എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മലയാളികളുടെ പൊതുവായ മദ്യപാന ശൈലി ഉണ്ടല്ലോ, അത് തെറ്റാണ്. ശൈലിയുടെ പ്രശ്നമായിരിക്കും. ഏറ്റവും കുറഞ്ഞ ബ്രാൻഡ്, അസഹ്യമായ മണവും അല്ല വലിയ പ്രയാസമുള്ള സാധനം ഒരൊറ്റ പിടിക്കങ്ങ് പിടിക്കുമല്ലോ. ഇതേപോലെ തന്നെ നല്ല സ്മെല്ലുള്ള ഏറ്റവും കൂടിയ വില കൂടിയ മദ്യം, ഇത് രണ്ടും മലയാളി കുടിക്കുന്ന ഒരേ രീതിയിലാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ എൻ്റെ അച്ഛൻ മിലിറ്ററി പോലീസിലാണ്, പുള്ളി കോട്ടയം കിട്ടും, പുള്ളി ഡെയിലി മദ്യപിക്കുന്ന ആളാണ്. അപ്പം നമ്മൾ പറയുമ്പോൾ ഡെയിലി അടിക്കുന്ന ആളാണ് എന്ന് പറയും, പക്ഷേ പുള്ളി 1.5 പെഗ് കഴിക്കുന്നുള്ളൂ. ഈ 1.5 പെഗ് എന്നുള്ളത് 2 പെഗായിട്ടില്ല. വൈകിട്ട് സമയമെടുത്ത് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു 1/4 മണിക്കൂർ മുമ്പ് പുള്ളി കുപ്പിയായിട്ട് ഇങ്ങനെ ഇരിക്കും. 1.5 പെഗ് ഒരു 1/4 മണിക്കൂർ കൊണ്ടായിരിക്കും തീർക്കുന്നത്. പുള്ളി 86 വയസ്സ്, വളരെ ആരോഗ്യമാണ്, 86 വയസ്സിന് ശേഷമാണ് മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ 60-ാമത്തെ വയസ്സിൽ ലിവർ സിറോസ് ഒന്നാണ് മരിച്ചത്. പുള്ളി സ്വന്തമായിട്ട് മാറ്റി കുടിക്കുമായിരുന്നൊക്കെ അമ്മമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പണ്ട് ചാരായമൊക്കെ. അപ്പം അങ്ങനെ പറഞ്ഞില്ലേ, മദ്യപാനം ഓരോ വ്യക്തികളെ ഓരോ രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത്. ചിലർ പിടിവിട്ട് പോകും, ചിലർ മര്യാദയ്ക്ക് കുടിച്ച് ജീവിക്കും. അത് ഓരോ അതുപോലെ ഇത് തുടങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ഇപ്പം ഒരു ടീനേജർ 8ാം ക്ലാസ് 10ാം ക്ലാസ് കാലം സമയത്തൊക്കെ ഈ സിനിമയുടെ ഇൻസ്പിറേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ആൾക്കാർ, ചിലപ്പോൾ ചില അണ്ണന്മാരായിരിക്കും, ചില ചേട്ടന്മാരായിരിക്കും, ചില അച്ചായന്മാരായിരിക്കും, മൂത്ത് നിൽക്കുന്ന പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ അല്ലെങ്കിൽ ഇതിൽ പരിപാടികൾ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും നമ്മുടെ സീനിയേഴ്സ് കുറച്ച് പേര് അടിച്ച് ഒരു ഓളം ഉണ്ടാക്കുമ്പോൾ ഈ ഓളത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റൈലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ രജനീകാന്ത് സിഗരറ്റ് വലിക്കുന്നതിന്റെ സ്റ്റൈല് സ്വാഗ് കണ്ടിട്ട് സിഗരറ്റ് വലി സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. എനിക്ക് അനുഭവം സുനിലേട്ടൻ ഒരു സിനിമ കണ്ടു തുടങ്ങിയതാണ്. അല്ലല്ല, അത് ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് എന്താ കുഴപ്പം, ഞാൻ കൊച്ചിനെ പോലെ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലെ സ്റ്റേജ് ഷോയിലൊക്കെ കയറി അവസാനം എൻ്റെ ഒരു കസിൻ ജയപ്രകാശ് കരുവാറ്റ എന്ന് പറഞ്ഞ പുള്ളി 3-4 പ്രാവശ്യം അടുപ്പിച്ച് സ്റ്റേറ്റ് ലെവലിൽ പ്രൈസ്, മിമിക്രി മോണാസ്റ്റ് പ്രൈസ് മേടിച്ച പുള്ളി ഒരു ട്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിൽ എന്നെയും കൂട്ടി. അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്തേക്കും. അപ്പോൾ അന്ന് എല്ലാവരുടെയും ഈ കവിള് തുടുത്തൊക്കെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു പ്രസൻസ് വേണമെങ്കിൽ കവിളൊക്കെ ഇങ്ങനെ തുടുത്തിരിക്കണം. അപ്പോൾ അന്ന് നമ്മുടെ സോഡാക്കുപ്പി കവിളാണ്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത കൂട്ടുകാരൊക്കെ ഈ ടീനേജ് പ്രായം കഴിഞ്ഞ സമയം പറയാം, ഇവിടെ ഈ മോഹൻലാലേ ഭയങ്കരമായിട്ട് ബിയറടിക്കൂടാ. അപ്പം ഞാനിങ്ങനെ ആണോ, പിന്നെ മോഹൻലാൽ ബിയറടിച്ചിട്ടാണ് ഇങ്ങനെ തുടുത്തിരിക്കുന്നതെന്ന്. അപ്പം ഞാൻ ശരിയാണല്ലോ. അപ്പം നമ്മുടെ ജയപ്രകാശ് പറയും, അല്ലടേ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നതല്ല, നമ്മൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഉദാഹരണം മോഹൻലാലാണ് പറയുന്നത്, മോഹൻലാലിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ തുടുത്തിരിക്കണം, ഇവിടെ. അപ്പം നമ്മൾ ഈ സ്റ്റേജിൽ ഒരു പെർഫോമൻസ് ഉള്ള കവളൊക്കെ തുടുത്തിരിക്കണം, അതിന് ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ബിയറൊക്കെ അടിക്കണോടാ
ഇങ്ങനെ സത്യമായിട്ട് ഞാനത് കറക്റ്റാണ്. ഇപ്പൊ ഈയിടെ ലാലട്ടത്തിന്റെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ സിനിമയ്ക്കകത്ത് മറ്റേ പുളിക്കടവിൽ നിന്ന് വെള്ളം ഇങ്ങെടുത്ത് കുടിക്കുന്നത് കണ്ടിട്ട് ഒത്തിരി പേര് അങ്ങനെ കുടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളിയിൽ പറയാൻ അവിടുന്ന് വെള്ളം ആരെങ്കിലും ഇത്രയും കുളിച്ച് എല്ലാരും കുളിച്ച് അതായത് എന്താണ് ഈ പറയുന്ന മൊത്തം അഴുക്കായിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ആരെങ്കിലും കുടിക്കുക, അത് സ്റ്റൈലിന് വേണ്ടി എടുത്താ ഞാനത്. എന്നിട്ട് ആട്ടിൽ നിന്ന് വെള്ളം വേറെ കുപ്പിയത് ഒഴിച്ചിട്ട് ആ വെള്ളമാണ് കുടിക്കുന്നത്. ഇത് ഇൻസ്പയർ ചെയ്തിട്ട് കുടിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദശരഥം എന്ന് പറയുന്ന ലാലേട്ടൻ്റെ പടം എന്നെ ഒരുപാട് സ്വാധീനിച്ചു കേട്ടോ. സത്യമായിട്ടും ഭയങ്കര ആ പടം കണ്ടാൽ നമ്മൾ പുള്ളിയുടെ ആ ഒരു ശൈലിയും വെള്ളം അടിക്കുന്ന രീതി കണ്ടാൽ നമുക്ക് ഇച്ചിരി താല്പര്യം രണ്ടെണ്ണം അടിക്കണമെന്നൊക്കെ തോന്നും. അത് സത്യം, അതിന് എവിടെയും പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഈ പറയുന്നത് നമ്മൾ എന്ത് പറയുമ്പോഴും സിനിമ എല്ലാവർക്കും ഒരു ഭീകര ഇൻസ്പിറേഷനാണ്. കാരണം എല്ലാവർക്കും വിസിബിൾ ആയിട്ട് കാണുന്ന ഒരു മീഡിയമാണ്. അപ്പോൾ എല്ലാവരും പറയും സിനിമ കണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ ജനറേഷൻ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ സിനിമയെ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ ജനറേഷൻ അല്ലെങ്കിൽ ആൾക്കാർ ഇത് ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ അനുകരിക്കാൻ നോക്കുന്നത് എന്ന് പറയുമ്പോൾ അത് അപ്പം ചേട്ടൻ പറഞ്ഞു ചേട്ടനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചേട്ടൻ അത് എവിടെ നിർത്തണം എന്ന് ചേട്ടൻ അറിഞ്ഞാൽ അത് ചേട്ടൻ്റെ ഐഡന്റിറ്റിയാണ് അല്ലേ. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സിനിമയിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇൻസ്പയർ ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർ പറയും. അതിനോട് ചേട്ടൻ എന്താ പറയുന്നത്? ഞാനത് എൻ്റെ ഉദാഹരണം പറഞ്ഞില്ല, അതൊരു ഒരാളുടെ ബേസിക് സ്വഭാവം കൂടെ വെച്ചിട്ടാണ്. ഇപ്പൊ പുരാണ സിനിമകൾ കണ്ടവരെല്ലാം രാമനും ലക്ഷ്മണനും ഒന്നും അല്ലല്ല. വേറെ കാര്യമുണ്ട്, അത് കറക്റ്റ്. വേറെ കാര്യം പെട്ടു. ഇപ്പം ഉദാഹരണം തന്നെ ലാലേട്ടനെ തന്നെ എടുക്കാം. ഇപ്പം ലാലേട്ടനെ ഇപ്പം എന്നെ സംബന്ധിച്ച് മഞ്ഞിലുരിഞ്ഞ പൂക്കൾ മുതൽ പുള്ളിയെ ഇഷ്ടപ്പെടുകയും ശ്രദ്ധിക്കുകയും പുള്ളിയുടെ ശൈലികൾ അനുകരിക്കുകയും എന്നിട്ട് ഈ പുള്ളിയുടെ ഇപ്പം മലയാളികളിപ്പം എന്താ പറയുക എന്നൊരു ഡയലോഗ് ആണ്, അത് ലാലേട്ടനാണ് പരിപാടി. ഇപ്പൊ എന്താ പറയുക എന്നൊരു വാക്ക് വേറൊരു ആർട്ടിസ്റ്റാണ്. ഇത് മോഹൻലാലിന്റെ ഡയലോഗ് മോനെ എന്ന് പറയുന്നുള്ള പുള്ളിയുടെ സിനിമയിലെ സ്ഥിരം കുറെ ശൈലിയുണ്ട്. അത് വേറൊരു ആർട്ടിസ്റ്റ് ചെയ്താൽ പോലും അത് ലാലേട്ടന്റെ ആദ്യമായിരിക്കും. മനസ്സിലായി? ചില അപ്പൊ അങ്ങനെ മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു പോയി. അപ്പൊ പുള്ളി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിന്റെ ഉദാഹരണമാണ് ദശരഥം സിനിമ. പുള്ളിയുടെ ആ ഒരു പ്രായവും പുള്ളിയുടെ ഒരു ശൈലിയും ഒക്കെ ഞാൻ ഒരു 50 വട്ടം അല്ല കണ്ടു. 50 വട്ടത്തിന് മുകളിൽ ഞാൻ കറക്റ്റായിട്ട് പറയാം. 50 വട്ടത്തിന് മുകളിൽ ഞാൻ ദശരഥം ഈ അടുത്ത സമയത്ത് 2 മാസം മുമ്പ് ഞാൻ ഈ ദശരഥം കണ്ടു. അത് ഓരോ ആൾക്കാരോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞതിനകത്ത് സത്യമുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയത്തില്ല. നമ്മൾ ഇപ്പം ഈ പറയുന്ന എപ്പോഴും പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അതായത് വിദേശികൾ അവർ മദ്യം കഴിക്കുന്നത് അവരുടെ ഫുഡിൻ്റെ ഒരു ഡൈജഷൻ്റെ പാർട്ടായിട്ടാണ്. അതായത് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിക്കുന്നത്. പക്ഷെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കുപ്പി എടുക്കുക, അടിച്ചു തീർക്കുക, കിടക്കുക. അതുപോലെ തന്നെ എപ്പോഴും കേൾക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് 2 പെഗടിക്കാം. അത് മാത്രമല്ല, ഇങ്ങനെ നോക്കുമ്പോൾ ആധികാരികമായിട്ടൊരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരും പറഞ്ഞ് 2 പിന്നെ പറഞ്ഞിട്ടുള്ള റമ്മാണ് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം. രീതിയിൽ ഓരോരോ എക്സ്പാൻഷനും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്നെങ്കിൽ ഇപ്പൊ ആക്ച്വലി എനിക്ക് തന്നെ ബിയർ ഇപ്പൊ നമ്മളിപ്പോ ബ്രാൻഡ് പേര് പറയുന്നില്ലെങ്കിലും കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിനേക്കാളും അത്രയും ഡേഞ്ചർ അല്ല. നല്ലൊരു സോഫ്റ്റ് ഡ്രിങ്ക്സ് അടിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി ഉണ്ടാവും. പക്ഷെ ബിയർ അത്രയും പ്രശ്നമില്ലാതാണ്. പക്ഷെ ഇതൊക്കെ പ്രൊമോഷൻ അതാ പറഞ്ഞത്, ഇതൊക്കെ നമുക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരും പറഞ്ഞ് മദ്യപാനം തുടങ്ങും. ഈ പറയുന്ന ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തെറ്റാണെന്നും മോശമാണെന്നും ഡേഞ്ചറസ് ആണെന്നും എല്ലാവർക്കും അറിയാം. അല്ല, ഒരു മിനിറ്റ് ഒരു എൻ്റെ ഒരു റിലേറ്റീവ് പുള്ളി മദ്യപിക്കത്തേ ഇല്ല. പുള്ളിക്ക് അറ്റാക്ക് വന്നു. അറ്റാക്ക് വന്നെല്ലാം ടെസ്റ്റെല്ലാം കഴിഞ്ഞ് ഡോക്ടർ ചോദിച്ചു നിങ്ങൾ മദ്യപിക്കുമെന്ന് ചോദിച്ചു. ഇല്ല, ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ല. എന്നാൽ ഇനി മുതൽ 2 എണ്ണം കഴിച്ചു. സത്യമായിട്ടും ഞാൻ എൻ്റെ ആ പുള്ളി എൻ്റെ അവസാനം എൻ്റെ ഒരാൾ തന്നെ ചോദിച്ചാൽ അളയാ സാധനം വല്ലതും ഇരിപ്പുണ്ടോ, എനിക്കൊന്ന് അടിച്ച് തുടങ്ങണമെന്നും. പുള്ളിക്ക് അങ്ങനെ 55-60 വയസ്സുണ്ട്. പുള്ളി എനിക്ക് 60ാമത്തെ വയസ്സിൽ പുള്ളിക്കൊന്ന് അടിച്ച് തുടങ്ങണം. പുള്ളിക്കൊരു താല്പര്യമൊക്കെ തോന്നി ഡോക്ടർ പറഞ്ഞപ്പോൾ. മിക്കവാറും എല്ലാവരും ഒറ്റ വലിയിൽ കുടിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സിപ്പ് ചെയ്ത് കുടിക്കാൻ അവർക്ക് അറിയത്തില്ല. അപ്പം നല്ലതായിട്ട് കുടിച്ചാൽ, അതായത് നല്ല രീതിയിൽ കുടിക്കുകയാണെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഒരിക്കലും ഞാൻ ഹാനികരമെന്ന് പറയത്തില്ല. ഒരിക്കലും പറയാം മര്യാദയ്ക്ക് കുടിച്ചു. ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ കൺട്രോൾ വേണമെന്നുള്ളൂ. അല്ല, എൻ്റെ അച്ഛൻ കുടിക്കുന്ന പോലെ കുടിച്ചാൽ ഒരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു 1.5 പേക്ക് ഡെയിലി കഴിക്കുന്ന ആളാണ്. അതെന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, ഇതല്ലല്ലോ നമ്മുടെ മദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെ വല്ല കെമിക്കലുണ്ടെന്നും അല്ലല്ലോ. അത് വാറ്റിയെടുക്കുന്ന സാധനമല്ലേ. ഫ്രൂട്ട്സിൽ നിന്നും അല്ല ധാന്യങ്ങളിൽ നിന്നും വാറ്റിയെടുക്കുന്ന സാധനമാണ്.
അപ്പോൾ അത് ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഞാൻ പറയത്തില്ല. അത് ഈ പറയുന്ന പോലെ കഴിച്ചാൽ ഈ പറയുന്ന പോലെ നമ്മൾ പറയുന്ന പോലെ അല്ല, ഈ മദ്യം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇപ്പോഴത്തെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഇത് സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് മാറി. ഇപ്പൊ ആർക്കും മദ്യം വേണ്ട. നിങ്ങൾ പോയി എണ്ണം കഴിച്ചോ ബിയർ അടിച്ചോ എന്ന് പറയുന്നതാണ് സേഫ് എന്ന് തോന്നുന്നു. കാരണം ഇതൊന്ന് മാറി ഏറെ ലഹരിയിലേക്ക് പോകുമ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ബ്രെയിനെ ഭയങ്കര അഫക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്ക് മാറിയെങ്കിലും ഇത് ഈ പറയുന്ന നാച്ചുറലാണ്. നാച്ചുറൽ അല്ലേ? അപ്പോൾ നമുക്ക് നാട്ടിൽ കള്ള് വേണമെങ്കിലും കിട്ടുമല്ലേ? അതെ 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 അതെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇതിൽ പിടിച്ച് കയറുന്ന ആൾക്കാരെ നോക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാലും റെസ്പോൺസിബിളി കുടിക്കുക എന്നുള്ളതാണ് ഒരു കൺസ്യൂം ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം. അത് കൺട്രോളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എന്തായാലും മറ്റേ അമൃതാണെങ്കിലും അധികമായ വിഷയം എന്ന് പറഞ്ഞ പോലെ അത് പറഞ്ഞ പോലെ അത് എങ്ങനെ നമുക്ക് കൺസ്യൂം ചെയ്യുന്നുള്ളതാണ്.